ഒളിമ്പിക്സ് വേദിയിൽ നിന്നും വേദനയോടെയാണ് പടിയിറങ്ങുന്നതെങ്കിലും ഇന്ത്യൻ കായിക പ്രേമികളുടെ ഉള്ളിൽ നിന്ന് വിനേഷ് ഫോഗട്ട് താങ്കൾക്കൊരു പടിയിറക്കമുണ്ടാവില്ല. നമുക്ക് വിനേഷ് ഫോഗട്ടിനെ ഒന്ന് പരിചയപ്പെടാം. 2 തവണ ഒളിമ്പ്യനായ വിനേഷ് ഫോഗട്ടിന് 3 കോമൺവെൽത്ത് ഗെയിംസ് സ്വർണവും 2 ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കലവും ഒരു ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലുമുണ്ട്. 2021 ഏഷ്യൻ ചാമ്പ്യനുമായി. ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും മികച്ച ഗുസ്തിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വിനേഷ് ഫോഗട്ടിന് പിന്തുണയായി തന്റെ ഗുസ്തി പാരമ്പര്യവുമുണ്ട്. ഹരിയാനയിലെ ചാർഖി ദാദ്രിയിൽ 1994 ഓഗസ്റ്റ് 25-നാണ് വിനേഷ് ജനിച്ചത്. രാജ്പാൽ ഫോഗട്ടിന്റെ മകൾ. വിനേഷിന്റെ കസിൻസാണ് ഗീത ഫോഗട്ടും ബബിത കുമാരിയും. മഹാവീർ സിംഗ് ഫോഗട്ട് വിനേഷിന്റെ അമ്മാവനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗുസ്തി കുടുംബങ്ങളിൽ ഒന്നിലെ അംഗമാണ് വിനേഷ് ഫോഗട്ട്. ഗീത ദേശീയ വേദിയിൽ പതിയെ നിലയുറപ്പിച്ചെങ്കിലും സാമൂഹിക പ്രതിബന്ധങ്ങളെയും തിരിച്ചടികളെയും തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഗുസ്തി പുരുഷന്റെ കായിക വിനോദമായി കണക്കാക്കുകയും സ്ത്രീകളെ അവരുടെ വീട്ടിൽ ഒതുക്കി നിർത്തണമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത ഗ്രാമീണരുടെ എതിർപ്പുമായാണ് വിനേഷിന് ആദ്യം പൊരുതേണ്ടി വന്നത്. 9-ാം വയസ്സിൽ വിനേഷ് ഫോഗട്ടിന്റെ പിതാവ് മരണമടഞ്ഞു. പ്രയാസങ്ങൾക്കും വേദനകൾക്കുമിടയിൽ ആ കൊച്ചു പെൺകുട്ടിക്ക് വഴികാട്ടിയായി മാറിയത് വിനേഷ് ഫോഗട്ടിന്റെ അമ്മാവൻ മഹാവീർ ആയിരുന്നു. തിളങ്ങുന്ന ജൂനിയർ കരിയറിനു ശേഷം 2014 കോമൺവെൽത്ത് ഗെയിംസിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ വിനേഷ് തന്റെ ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര കിരീടം നേടി. ഇസ്താംബൂളിൽ നടന്ന തന്റെ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ വിജയിച്ച 21 വയസ്സുകാരിയായ വിനേഷ് 2016 റിയോയ്ക്കുള്ള ക്വാർട്ടർ സ്ഥാനം ഉറപ്പിക്കുകയും ഗെയിംസിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ മെഡൽ നേടണമെന്ന വിനേഷിന്റെ സ്വപ്നങ്ങൾ തകർന്നുപോയി. അവസാന 8-ൽ ചൈനയുടെ സൻ യാനെ നേരിട്ട വിനേഷിന് ആദ്യ പീരീഡിന്റെ മധ്യത്തിൽ വലത് കാൽമുട്ടിന് സ്ഥാനഭ്രംശം നേരിട്ടു. ഓരോ തവണയും ഞാനൊരു മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ആ പരിക്കെന്നെ വിജയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നവൾ ആത്മവിശ്വാസത്തോടെ സമ്മതിക്കും. 2018 കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണ്ണ മെഡലുകൾ നേടി. 2019 സീസണിൽ 53 കിലോഗ്രാം വിഭാഗത്തിലേക്ക് കുതിക്കാൻ ഇന്ത്യൻ ഗുസ്തിക്കാരി തീരുമാനിക്കുകയായിരുന്നു. നൂർ സുൽത്താനിൽ കന്നി ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നതിന് മുൻപ് ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ വിനേഷ് ഫോഗട്ട് ടോക്കിയോ 2020 സ്ഥാനം നേടി. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് പോകുമ്പോൾ വിനേഷ് ഫോഗട്ട് അസാധാരണ ഫോമിലായിരുന്നു. വർഷം മുഴുവൻ തോൽവി അറിയാതെ അവൾ 2021 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ തന്റെ ആദ്യ സ്വർണവും നേടി. 2020 ടോക്കിയോയിൽ വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ഒന്നാമതെത്തിയ വിനേഷ് ഫോഗട്ട് സ്വീഡന്റെ സോഫിയ മാറ്റ്സനെതിരെ വിജയത്തോടെ തുടങ്ങിയെങ്കിലും ബെലാറസിന്റെ വനേസ കലാഡ്സിൻസ്കായിക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിനാൽ കൂടുതൽ മുന്നേറാനായില്ല. ടോക്കിയോ 2020 താൻ മികച്ച ശാരീരികവും മാനസികവുമായ അവസ്ഥയിലായിരുന്നില്ലെന്നും കൈമുട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയായെന്നും വിനേഷ് പിന്നീട് വെളിപ്പെടുത്തി. വിനേഷ് ഫോഗട്ട് 2022 പുതിയൊരു തുടക്കത്തിലേക്കായിരുന്നു. ബെൽഗ്രേഡിൽ നടന്ന വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2022 വെങ്കല മെഡലും ബെർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡലും നേടി. ആ വർഷത്തെ BBC ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ അവാർഡും അവർ നേടി. 2023 ഹാങ്ഷോവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിലും ഫോഗട്ടിനെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും പരിക്ക് കാരണം മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു.